ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. CM കിഡ്സ് സ്കോളർഷിപ്പ് UP പരീക്ഷ ഇതാ എത്തിപ്പോയി. എനിക്കിന്ന് പറയാനുള്ളത് നിങ്ങളോട് ഇതാ അറിഞ്ഞു പഠിക്കാൻ പഠിച്ചു നേടാന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അങ്ങ് അറിഞ്ഞങ്ങ് പഠിക്കാം അല്ലെ. നോവലുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നോവലുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതാരാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയണം. ആദ്യത്തെ നോവൽ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? മലയാളത്തിലെ ആദ്യ നോവൽ ആരാണ് എഴുതിയിരിക്കുന്നത്? മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലതയാണ്. അപ്പു നെടുങ്ങാടിയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോ അപ്പു നെടുങ്ങാടി കുന്തലത എഴുതിയപ്പോ അതിന് നോവൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ലക്ഷണങ്ങളൊന്നുമില്ല. ഒരു നോവലിന് ഇന്ന ക്വാളിറ്റീസ് വേണം, അപ്പോ അതൊന്നുമില്ല കുന്തലതയ്ക്ക് എന്ന് വിമർശകര് അഭിപ്രായപ്പെടുകയുണ്ടായി, വലിയ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പൊ പിന്നീട് ഒരു നോവൽ ഉണ്ടാകുകയാണ്, ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ ആരെങ്കിലും പേരുണ്ടെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. ഇന്ദുലേഖ നല്ല ലക്ഷണമൊത്ത സ്ത്രീയാണ് എന്നൊക്കെ കേട്ടോ. അപ്പോ ഇന്ദുലേഖയാണ് ലക്ഷണമൊത്ത നോവൽ. ആദ്യ നോവൽ കുന്തലതയാണ്. നിങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? CV രാമൻപിള്ള. CV രാമൻപിള്ള. ഭൂതരായർ, അപ്പൻ തമ്പുരാൻ. ഇനി നമുക്ക് ചെമ്മീനും കയറൊക്കെ എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? തകഴി ശിവശങ്കരപ്പിള്ള. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അത് ആരെഴുതിയതാണ്? തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിന്റെ സാഹിത്യകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന, കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി എഴുതിയതാണ് ചെമ്മീനും കയറും. കയറും ചെമ്മീനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. അതുകൊണ്ടാണ് ടീച്ചർ അത് പറഞ്ഞത്. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു നോവലാണ് അയൽക്കാർ. P കേശവദേവ് എഴുതിയ അയൽക്കാർ. ഒരു ദേശത്തിന്റെ കഥ ആരാണ് എഴുതിയത്? വിഷകന്യക ആരാണ് എഴുതിയത്? ഒരു ദേശത്തിന്റെ കഥയും ഒരു തെരുവിന്റെ കഥയും എഴുതിയത് SK പൊറ്റക്കാടാണ്. കോഴിക്കോട്ടാണ് ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾക്ക് SM സ്ട്രീറ്റ് പോയാൽ ആരെ കാണാൻ പറ്റും? മിഠായി തെരുവിൽ പോയാൽ ആരെ കാണാൻ പറ്റും? SK പൊറ്റക്കാടിനെ കാണാൻ പറ്റും. പ്രതിമയുണ്ട് കേട്ടോ അവിടെ. അപ്പൊ എല്ലാവരും അവിടെ വന്ന് കാണാം. വന്നാല് ഒന്ന് പ്രതിമയൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ. അപ്പൊ ഇനി പറയാനുള്ളത് ഒരു ദേശത്തിന്റെ കഥയും അതുപോലെ ഒരു തെരുവിന്റെ കഥയും. കോഴിക്കോട് മിഠായി തെരുവിനെ കുറിച്ച് SK പൊറ്റക്കാട് എഴുതിയതാണ്. സഞ്ചാര സാഹിത്യകാരനാണ്. സഞ്ചാരകൃതി ടീച്ചർ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. വിഷകന്യക എന്ന് പറയുന്ന നോവലും എഴുതിയത് SK പൊറ്റക്കാടാണ്. ബാല്യകാല സഖി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. മതിലുകളും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. സുന്ദരികളും സുന്ദരന്മാരും ഉറൂബിൻ്റെതാണ്. ഉമ്മാച്ചുവും ഉറൂബിൻ്റെതാണ്. നാലുകെട്ടും രണ്ടാം മുഴവും മഞ്ഞും MT വാസുദേവൻ നായരുടേതാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. ആടുജീവിതം ആരെഴുതിയതാണ്? ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.